കണ്ണൂരുള്ള ഓക്സി റൂഫിംഗ് ഷീറ്റിന്റെ മാനുഫാക്ചറിംഗ് നടക്കുന്ന ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഓക്സിയുടെ ഒരു ഷീറ്റ്. ടാറ്റയുടെ സ്റ്റീലാണ് ഇവർ യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ട് സിങ്ക് അലുമിനിയം കോട്ടിംഗ് രണ്ട് സൈഡിലും കൊടുത്തു. അതിന്റെ പുറത്ത് നമുക്ക് സിലിക്കോൺ മോഡിഫൈഡ് പെയിന്റും ചെയ്തിട്ടാണ് ഈ ഷീറ്റ് വരിക. അവർ ഇത്തരത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് ലാമിനേഷനും കൂടെ കൊടുക്കുന്നുണ്ട്. ഈ പ്ലെയിൻ ആയിട്ടുള്ള ഷീറ്റ് ഇവിടെ ലോഡ് ചെയ്തു. ഇത് ഈ രീതിയിൽ അങ്ങ് ഫർദർ പോകുമ്പോഴേക്കും നമുക്ക് ഒത്തിരി കൊറിഗേഷൻസ് ഉണ്ടാക്കുന്ന കുറെ വീലുകൾ വന്നിട്ടുണ്ട്. ഇത് കൂടെ നമുക്ക് ഷീറ്റിന്റെ ഔട്ട് കിട്ടും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ കട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ റൂഫിംഗ് ഷീറ്റും കിട്ടും. ഇത്ര കൃത്യത പാലിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ഥലങ്ങളിലും ലീക്ക് വന്നിട്ടില്ല. ലീക്ക് പ്രൂഫ് ഗ്യാരണ്ടി ഇനി അങ്ങോട്ടേക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സാധാരണക്കാരൻ്റെ സാധാരണ ഷീറ്റ് എന്ന് പറയുന്നത്. നമ്മൾ GI ഷീറ്റ് എന്നൊക്കെയാണ് ജനറലി നമ്മൾ ഇതിനെ പറയുക. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാൽവനൈസ്ഡ് ഷീറ്റ് എന്നൊക്കെയാണ് ഇതിനെ പറയുക. ഈ ഷീറ്റ് ഇതിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിൽ, അതായത് നിങ്ങൾ ഈ കാണുന്ന ഈ ഗ്രേ കളറും അതുപോലെ തന്നെ പിന്നിൽ കാണുന്ന ഈ കളറും എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആണ്. പലതരത്തിലുള്ള കോട്ടിങ്ങും പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് സ്റ്റീൽ അല്ലെങ്കിൽ GI ഷീറ്റാണ്. ആ GI ഷീറ്റ് നിങ്ങളിതാ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ ഈ രീതിയിൽ തുരുമ്പൊക്കെ വരാനുള്ള ചാൻസ് നമ്മൾ കട്ട് ചെയ്ത പോർഷനാണ്. ഓക്കെ, അതുപോലെ ഇതിൻ്റെ നേരെ ഇത് കമ്പനി കട്ടിംഗ് ആയിട്ട് തന്നെ വന്നിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ ആ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് ഇവിടെ റെസ്റ്റ് പിടിച്ചിട്ടില്ല. നമ്മൾ എവിടെയൊക്കെ കട്ട് ചെയ്തോ അവിടെയൊക്കെ റെസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇതിൽ സ്ക്രൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ റെസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മൊത്തത്തിലുള്ള ഷീറ്റ് തുരുമ്പ് പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കോട്ടിംഗ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം നമ്മളിത് ഏത് കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും സ്റ്റീപ്പ്, ഇത് ഏകദേശം 70 ഡിഗ്രി സ്ലോപ്പിലാണ് നമ്മുടെ ഓഫീസിൻ്റെ റൂഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വെള്ളം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഉടനെ വെള്ളം ഫുള്ള് ഡ്രെയിൻ ഓഫ് ആവും. എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, ഈ ഷീറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് വന്ന സ്ക്രാച്ചുകളൊക്കെയാണിത്. പക്ഷേ ആ പ്രൊട്ടക്ഷൻ നമുക്കിപ്പോൾ ഇത്ര നാൾ കഴിഞ്ഞിട്ട്, ഇത് കാരണം 2021 ചെയ്താണ്, ഇത്ര നാൾ കഴിഞ്ഞിട്ട് അതിന് വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മൾ ചില കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഷീറ്റ് ഒരു 5 വർഷമോ 6 വർഷമോ അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോഴും തുരുമ്പ് പിടിച്ചു പോകേണ്ട റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ സ്ലോപ്പിലൊക്കെ ആയിരിക്കും നമ്മൾ റൂഫ് ചെയ്യുന്നുണ്ടാവും. പലപ്പോഴും നമ്മൾ എന്താ പറയുക, ലീക്ക് വരുന്നതോ അല്ലെങ്കിൽ ഓപ്പൺ ടെറസിൻ്റെ മുകളിലൊക്കെയാണല്ലോ നമ്മളിത് ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് വെള്ളം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നല്ല ഹ്യൂമിഡിറ്റി നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഷീറ്റ് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് മോയ്സ്ചറൊക്കെ കിടന്നിട്ട് ഇത് റെസ്റ്റ് പുറത്തേക്ക് വരും. ഈ പെയിൻ്റൊക്കെ, അതായത് ഈ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ട് തുരുമ്പൊക്കെ പുറത്തേക്ക് വരുന്നതാണ് യൂഷ്വലി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ, ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അലുമിനിയം ഷീറ്റുകൾ ഇറങ്ങാൻ തുടങ്ങിയത്. അതായത് ഈ GIക്ക് പകരം അലുമിനിയം ആയിരിക്കും ഉള്ളിലുണ്ടാവുക. അതിൻ്റെ പുറത്ത് ഇത്തരത്തിലുള്ള കോട്ടിംഗ് ഒക്കെ ചെയ്തു വരും. അത് കമ്പാരിറ്റീവ്ലി നമ്മുടെ GI ഷീറ്റിനെക്കാട്ടിലും ഒത്തിരി എക്സ്പെൻസീവാണ്. കാരണം അറിയാലോ, അലുമിനിയം എക്സ്പെൻസീവാണ്. പക്ഷേ അത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അതിനും ഉള്ളൊരു നെഗറ്റീവ് സൈഡ് നമ്മൾ വേറെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റർ ആയതുകൊണ്ട് നല്ല കാറ്റടിക്കുന്ന സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തമായിട്ട് പാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് സ്ട്രെങ്ത് വൈസ് നോക്കിക്കഴിഞ്ഞാൽ GI ഷീറ്റിന് തന്നെയായിരിക്കും അലുമിനിയം ഷീറ്റിനെക്കാട്ടിലും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവും നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ, കാരണം ഇത്തരത്തിലുള്ള മെറ്റീരിയലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, നമ്മളൊരു റിസർച്ച് R&D ചെയ്ത് ഇത്തരത്തിലുള്ള പുതിയ പുതിയ മെറ്റീരിയൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി വന്നുകൊണ്ടിരിക്കുന്ന ഷീറ്റുകൾ GL ഷീറ്റ് എന്ന് പറയും, ഗാൽവനൈസ്ഡ് ഷീറ്റ്. അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഷീറ്റിൻ്റെ മുകളിൽ സിങ്ക് അലുമിനിയം സിലിക്കോൺ കോട്ടിംഗ്, അതായത് സിങ്ക് അലുമിനിയം നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, റൂഫിംഗ് ഷീറ്റിൻ്റെ മുകളിൽ ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടി സിങ്ക് അലുമിനിയം കോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മൊത്തമായിട്ട് GI ഷീറ്റാണ്, അതുകൊണ്ട് ചൂടൊന്നും കുറയാൻ സാധ്യതയില്ല. പക്ഷേ ഷീറ്റ് തുരുമ്പ് വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിങ്ക് അലുമിനിയം കോട്ടിംഗ് ഇതിൻ്റെ ഈ സൈഡിലും രണ്ട് സൈഡിലും സിങ്ക് അലുമിനിയം കോട്ടിംഗ് ചെയ്തിട്ട് സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള പെയിൻ്റ് ആയിരിക്കും അതിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഷീറ്റിന് കുറേ കൂടെ ലൈഫ് കിട്ടാനും ഇത്തരത്തിലുള്ള തുരുമ്പോ കാര്യങ്ങളൊക്കെ വരാതിരിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സിങ്ക് അലുമിനിയം കോട്ടഡ് ഗാൽവാലിയം ഷീറ്റ്, അതായത് സിലിക്കോൺ പെയിൻ്റൊക്കെ വെച്ച് ചെയ്തിട്ടുള്ള ഈ ഗാൽവാലിയം ഷീറ്റ്സ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കൊറിയേറ്റഡ് ഷീറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് എന്നുള്ളത് നമ്മൾ ഇവരുടെ ഒരു ഫാക്ടറി തന്നെ പോയി കണ്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. ഓക്സി റൂഫിംഗ് എന്ന് പറഞ്ഞിട്ട് കണ്ണൂരുള്ള അവരുടെ ഫാക്ടറി പോയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കാൻ വന്നത്. അപ്പോൾ നമുക്ക് നേരെ ഫാക്ടറി കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ണൂരുള്ള ഓക്സി റൂഫിംഗ് ഷീറ്റിന്റെ മാനുഫാക്ചറിംഗ് നടക്കുന്ന ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ഈ ഒരു ഫാക്ടറി വിസിറ്റോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള റൂഫിംഗ് ഷീറ്റുകൾ ഏതൊക്കെ തരത്തിലുള്ള ക്വാളിറ്റിയിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ വാങ്ങുന്ന, നമ്മുടെ ആവശ്യത്തിന് നമ്മളത് വാങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ ഒരു വാറണ്ടി ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണ് നമുക്ക് യൂസ്ഫുൾ ആകാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അഫക്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഓക്സി റൂഫിന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അവർ നമ്മുടെ ഈ ഒരു ട്രോപ്പിക്കൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിലേക്ക് വേണ്ടിയിട്ട് അതിന്റെ ഒരു ക്വാളിറ്റി ഏതൊക്കെ രീതിയിൽ വേണം എന്നുള്ളത് എങ്ങനെയൊക്കെയാണ് മേക്ക് ഷുവർ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓക്സിയുടെ ഒരു ഷീറ്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് GI ഷീറ്റുകൾ വന്നു, അലുമിനിയം ഷീറ്റ് വന്നു. ഇത് ആക്ച്വലി ഗാൽവാലിയം ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷീറ്റുകളാണ് വരുന്നത്. ഇതിന്റെ ഒരു ബേസിക് സെക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോട്ട് റോൾഡ് ആയിട്ടുള്ള സ്റ്റീൽ ഷീറ്റിന്റെ മുകളിൽ നമുക്ക് സിങ്ക് അലുമിനിയം കോട്ടിംഗ്, അത് നമുക്ക് താഴെയും രണ്ട് സൈഡിലും, താഴെ മുകളിലും നല്ല രണ്ട് സൈഡിലും സിങ്ക് അലുമിനിയം കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെയാണ് നമുക്ക് ഈ ഒരു പെയിന്റിങ് വന്നിട്ടുള്ളത്. പെയിന്റ് എന്ന് പറയുമ്പോഴേക്കും സിലിക്കൺ മോഡിഫൈഡ് പെയിന്റ് SMP എന്ന് പറഞ്ഞിട്ടുള്ള പെയിന്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പുറമെ ആണെങ്കിൽ നമുക്ക് വേണ്ട കളർ, ഇപ്പോൾ ഇവിടെ ഗ്രേ കളറാണ്, ഇനി റെഡ് ആണെങ്കിൽ റെഡ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതിന്റെ റിയർ സൈഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒരു ലൈറ്റ് ഗ്രേ പെയിന്റ്, ഇതും ആക്ച്വലി പെയിന്റ് തന്നെയാണ്. ടാറ്റയുടെ സ്റ്റീലാണ് ഇവർ യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടാറ്റയുടെ സ്റ്റീൽ റോൾഡ് ആയിട്ടുള്ള സ്റ്റീൽ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതൊക്കെ ഇത്തരത്തിലുള്ള റോൾഡ് ഷീറ്റ് വരുന്നതാണ്. ആ ഷീറ്റ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത് ഓൾറെഡി പ്രീ കോട്ടഡ് ആണ്, അതായത് സിങ്ക് അലുമിനിയം കോട്ടിംഗ് രണ്ട് സൈഡിലും കൊടുത്തു. അതിന്റെ പുറത്ത് നമുക്ക് സിലിക്കോൺ മോഡിഫൈഡ് പെയിന്റും ചെയ്തിട്ടാണ് ഈ ഷീറ്റ് വരിക. ഈ റോളിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഈ പറയുന്ന ഗ്രേ ഷെയ്ഡിലാണുള്ളത്. ഇതിന്റെ അടിഭാഗം നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു ലൈറ്റ് ഗ്രേ, ഇപ്പോൾ മുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ അടിയിൽ നിന്ന് സാധാരണ കാണുന്നത് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡായിട്ടാണ്. അത് ഇത്തരത്തിൽ നമ്മുടെ ഇതിലേക്കുള്ള ഈ ഒരു മെഷീനിലേക്ക് ലോഡ് ചെയ്യും. അതായത് എന്താ പറയുക, ഈ പറയുന്ന നമ്മൾ ഷീറ്റിൽ കാണുന്ന കൊറിഗേഷൻ ഇല്ലേ, ആ കൊറിഗേഷൻ ഒക്കെ വരുന്നത് ഇത്തരത്തിലുള്ള ഒരു മെഷീനിലൂടെ വരുന്ന സമയത്താണ്. അതുപോലെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഓക്സിയുടെ ഷീറ്റിന് അവർ ഇത്തരത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് ലാമിനേഷനും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷീറ്റിന്റെ പുറത്ത് ഇത്തരത്തിലുള്ള ഒരു കോട്ടിംഗ് കൂടെ വരുന്നുണ്ട്. നമ്മുടെ കംപ്ലീറ്റ് പണി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഈ ലാമിനേഷൻ റിമൂവ് ചെയ്താൽ മതി. യൂഷ്വലി അതില്ലാതെ വരുന്ന ഷീറ്റുകൾക്ക് നമുക്ക് വരുന്ന പ്രശ്നം വെച്ചാൽ ഇത് സൈറ്റിലിട്ട് പണി ചെയ്യുന്ന സമയത്ത് ഇത് ഫ്രിക്ഷൻ ആയിട്ടും പല സ്ഥലത്തേക്ക് ഇടുന്നതും ഈ ഷീറ്റ് തന്നെ അടുത്ത ഷീറ്റിന് മുകളിലിട്ട് ചിലപ്പോൾ വലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ പുറത്തുള്ള ആ പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ടുള്ള പെയിന്റിങ്ങും അതുപോലെ തന്നെ ഈ സിങ്ക് അലുമിനിയം കോട്ടിംഗ് ഒക്കെ പോയി കഴിഞ്ഞാൽ റസ്റ്റ് ഒക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനൊരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ, ഒരു അഡീഷണൽ സേഫ്റ്റി എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു കോട്ടിംഗ് വരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ പ്ലെയിൻ ആയിട്ടുള്ള ഷീറ്റ് ഇവിടെ ലോഡ് ചെയ്തു. ഇത് റോൾ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കണ്ടോ, ഇത്തരത്തിലുള്ള ഓരോ പോർഷൻസ് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോഴേക്കും ഒരു കോറിഗേഷൻ ഇവിടെ വന്നു കഴിഞ്ഞു. കണ്ടോ, രണ്ട് കോറിഗേഷൻ നമുക്ക് വന്നു കഴിഞ്ഞു. ഇത് ഈ രീതിയിൽ അങ്ങ് ഫർദർ പോകുമ്പോഴേക്കും നമുക്ക് ഒത്തിരി കൊറിഗേഷൻസ് ഉണ്ടാക്കുന്ന കുറേ വീലുകൾ വന്നിട്ടുണ്ട്. ഇത് കൂടെ നമുക്ക് ഷീറ്റിന്റെ ഔട്ട് കിട്ടും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ കട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ റൂഫിംഗ് ഷീറ്റും കിട്ടും. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു അഷുറൻസ് നമുക്ക് ഓക്സി തരുന്നുണ്ട്. അതായത് 0.4 mm തിക്നെസ് ആൻഡ് എബോവ് ആയിട്ടുള്ള ഷീറ്റ് ആണെങ്കിൽ 15 years ഗ്യാരണ്ടി. അതുപോലെ തന്നെ 0.37 ആൻഡ് എബോവ് ആണെങ്കിൽ 10 year ഗ്യാരണ്ടി. 0.3 ആണെങ്കിൽ 7 year ഗ്യാരണ്ടി. നമ്മൾ ഇതിന് സ്ക്രൂ ചെയ്യേണ്ടത് ഈ ഒരു റിബിന്റെ മുകളിലായിട്ട് വേണം നമ്മൾ സ്ക്രൂ ചെയ്യാൻ. ഒരു കാരണവശാലും നമ്മൾ ഈ കാണുന്ന ഏരിയകളിൽ സ്ക്രൂ ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളുടെ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന റൂഫിനകത്ത് മാക്സിമം വെള്ളം വന്നുകൊണ്ടിരിക്കുക. ഈ പറയുന്ന ഡ്രൈനേജ് ഏരിയ കൂടെ ആയിരിക്കും വെള്ളമൊക്കെ ഇങ്ങനെ സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇത് ഹൈറ്റ് കൂടിയ സ്ഥലമായത് കാരണം ഉടനെ ഇവിടെ നിന്നുള്ള വെള്ളമൊക്കെ നേരെ താഴത്തേക്കാണ് പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ സ്ക്രൂ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ എന്താ പറയുക, ഒരു ഇത്തിരി ക്വാളിറ്റി ഇല്ലാത്ത സ്ക്രൂ ആണ് വെച്ചതെങ്കിൽ പോലും റസ്റ്റ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ഷീറ്റ്, ഈ ഒരു ഓക്സി എന്ന് പറയുന്ന ബ്രാൻഡ് അല്ലെങ്കിൽ കമ്പനി എങ്ങനെയാണ് ഇവർ ഇതിനൊരു ക്വാളിറ്റി ഒക്കെ വരുത്താൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതെന്നും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. 2012 നമ്മൾ റൂഫിംഗ് ഷീറ്റ് ഫാക്ടറി, റൂഫിംഗ് ഷീറ്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് മാർക്കറ്റിലെ ഏറ്റവും വില കുറഞ്ഞ പ്രൊഡക്ട്സ് ആണ് കോമ്പറ്റീറ്റീവ് ആയിട്ട് ഉണ്ടായത്. എല്ലാവർക്കും വില കുറഞ്ഞ പ്രൊഡക്റ്റ് മാത്രമേ വേണമായിരുന്നു. അന്ന് നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത്, ഹൈ എൻഡ് പ്രൊഡക്റ്റ് ഇറങ്ങുന്ന സമയത്ത് പല ആൾക്കാരും ചോദിച്ചു, ഈ ഹൈ എൻഡ് പ്രൊഡക്റ്റ് കേരളത്തിൽ വിൽക്കാൻ പറ്റില്ല, ലോ ക്വാളിറ്റി മാത്രമേ വിൽക്കാൻ പറ്റൂ, അതല്ലെങ്കിൽ ടു ബിഗ് ബ്രാൻഡ് ആയിരിക്കണം, ഒരു വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബ്രാൻഡ് ആയിരിക്കണം, നിങ്ങൾ ഒരു നോർമൽ ബ്രാൻഡിൽ ഇത്രയും വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളത് ആരും പറഞ്ഞത് കേൾക്കാതെ കേരള ക്ലൈമറ്റിന് എന്താണ് ചാലഞ്ച്, കേരള റൂഫിംഗ് ഷീറ്റ് എന്താണ് ചാലഞ്ച്, ആ ചാലഞ്ചുള്ള പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു. നമ്മൾ കൃത്യമായിട്ട് R&D വഴി കേരളത്തിൻ്റെ ഫസ്റ്റത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് തുരുമ്പ് എങ്ങനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ PPGI ഉണ്ടല്ലോ, PPGI നോർമൽ അത് PP പ്രീ പെയിന്റഡ് ഗാൽവാൻ അയൺ ആണ്. അപ്പൊ അതിന് ചില സമയത്ത് ഇത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, റസ്റ്റിംഗ് വരും. അപ്പൊ നെക്സ്റ്റ് PPGL ആണ്. അപ്പൊ PPGL ഗാൽവാലിയം അലൂസിംഗ് ആണ്. അത് ഇറ്റ് വിൽ പ്രൊട്ടക്ട് ഫോർ എ സർട്ടൻ ഇയേഴ്സ്. ബട്ട് ഈവൻ ദോ വി ആർ വറീഡ് അബൌട്ട് ഹൗ മെനി ഇയേഴ്സ് ഇറ്റ് ഇസ്, ഒരു മിനിമം ഒരു റൂഫിംഗ് ഷീറ്റ് എടുത്ത് 10-15 വർഷമെങ്കിലും ബുദ്ധിമുട്ടില്ലാതെ കിട്ടണം അവർക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ AZ 70 വരെ AZ 150 ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത്
ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ ആരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, ഇന്ത്യയിൽ ആരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. തിക്നെസ് കാരണം അത് കേരളത്തിന്റെ മാത്രം ആവശ്യമാണ് 150 GSM. അതുകൊണ്ട് ബിഗർ ബ്രാൻഡ്സ് ആരും 150 GSM പോകാറില്ല. കാരണം ഇത് പാൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ കേരളത്തിന്റെ സ്റ്റാർട്ടിംഗ് ഫ്രം കേരള ആയതുകൊണ്ട്, ഇന്ന് പാൻ ഇന്ത്യ ഉണ്ട്, പക്ഷേ ഇന്ന് സ്റ്റാർട്ടിംഗ് ഫ്രം കേരള ആയതുകൊണ്ട് വി ഫോക്കസ്ഡ് ഓൺ ദി 150 GSM. So we easily, confidently we are given 15-year guarantee on online, not certificate. ഓൺലൈനിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഗ്യാരണ്ടി എന്ന് പറയുമ്പോഴേക്കും ഒരു കൺഫ്യൂസിങ് കാര്യമാണ്. അപ്പൊ ഞാനൊന്ന് ചോദിക്കുകയാണ്, അതായത് ഗ്യാരണ്ടി വാറണ്ടി നമുക്കറിയാം. അപ്പോൾ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പലപ്പോഴും നമ്മുടെ ലാലേട്ടന്റെ ഗ്യാരണ്ടിയാണ്. അതായത് ഞാൻ ഗ്യാരണ്ടി ഒരു നമ്മളൊരു ബ്രാൻഡ് കൊടുക്കുന്ന വിശ്വാസ്യതയാണ് പലപ്പോഴും ഗ്യാരണ്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ എടുത്തു പറഞ്ഞു ഓൺലൈൻ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ള ഗ്യാരണ്ടിയാണ്. ഞാൻ നമ്മുടെ ബോർഡിലൊക്കെ നമ്മുടെ ഷീറ്റിലൊക്കെ ഞാൻ കാണുകയും ചെയ്തു 15 year 7, 10, 15 എന്നൊക്കെ പറഞ്ഞ് കാണുകയും ചെയ്തു. അപ്പൊ അതെന്താന്നുള്ളതും കൂടെ, കാരണം നമുക്ക് ഒരു 5 വർഷം കഴിഞ്ഞ് നമുക്കൊരു ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ആരെടുത്താൽ പോകേണ്ടതെന്നും അറിയണ്ടാവില്ല. കാരണം ഒരു വെൽഡറോ അല്ലെങ്കിൽ ഈ ഒരു ഫാബ്രിക്കേഷൻ വർക്കർ ആയിരിക്കും നമുക്കൊന്ന് ഷീറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവുക. ഓണറെ സംബന്ധിച്ചിടത്തോളം ഇത് എവിടുന്ന വന്നതെന്ന് പോലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അപ്പൊ അതിലേക്കും കൂടെ ഒന്ന് ഓവർലുക്ക് ചെയ്യാൻ ആ കാര്യം കൂടെ ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുത്തു. ഈ ഗ്യാരണ്ടി ആൻഡ് വാരണ്ടി ടോട്ടലി കൺഫ്യൂസിംഗ് ആണ് പൊതുവെ സാധാരണ ജനങ്ങൾക്കുള്ളത്. അത് ഗ്യാരണ്ടി എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആണ്. നമ്മൾ ഗ്യാരണ്ടി പറയുന്നത് വെറുതെ ഒരു സാധനം വിൽക്കാൻ വേണ്ടി ഗ്യാരണ്ടി പറയുന്നില്ല. നമ്മൾ ആ ഗ്യാരണ്ടി പറയുന്നത് വ്യക്തമായിട്ടുള്ള R&D വെച്ച് നേരത്തെ പറഞ്ഞ നമ്മൾ 150 GSM, SMP കോട്ടിങ്, 550 MPa ആ രീതിയൊക്കെ പഠിച്ചിട്ട് അത് എത്ര കാലം നിൽക്കുമെന്നും അത് നമ്മൾ അൾട്രാ വയലറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ സാൾട്ട് വാട്ടർ സ്പ്രേ ടെസ്റ്റ് അതൊക്കെ ചെയ്തിട്ട് ഈ 15 വർഷത്തേക്ക് നിൽക്കേണ്ട രീതിയിലുള്ള ടെസ്റ്റ് ചെയ്ത ശേഷമാണ് മാർക്കറ്റ് 15 വർഷം കൊടുത്തത്. നമ്മൾ ജസ്റ്റ് ഒരു ബ്രാൻഡ് ചെയ്തു, അതിന് മുമ്പോട്ട് ഇത്ര ഗ്യാരണ്ടി കണ്ണും പൊട്ടി കൊടുത്ത ഒരു ബ്ലൈൻഡ് ആയിട്ട് കൊടുത്ത ഗ്യാരണ്ടി അല്ല. പിന്നെ അടുത്തൊരു സബ്ജക്റ്റ് എന്ന് വെച്ചാൽ പല ആൾക്കാരും പറയുന്നതാണ് ഈ ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് 15 വർഷം കാണും, അത് ആ സമയത്ത് കാണാണെങ്കിൽ പോലും അതിനുള്ള നമ്മൾ ഗ്യാരണ്ടി എസ്കേപ്പ് ചെയ്യാതിരിക്കാൻ തന്നെയാണ് നമ്മളൊരു മൈ ഓക്സിജൻ ആപ്പ് ഉണ്ട്. ആ ആപ്പ് വരെ നിങ്ങൾ QR കോഡ് സ്പെസിഫിക് പറഞ്ഞ് QR കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് ദാറ്റ് വിൽ ബി ഇൻ യുവർ ഫോൺ, യുവർ സിസ്റ്റം ഫോർ ലൈഫ് ലോങ്. അപ്പൊ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത് രക്ഷപ്പെടാനല്ല, ഗ്യാരണ്ടിക്ക് വേണ്ടി മാത്രമാണ്. അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് ഞാനത് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അതൊരു ഉടായ്പ ഗ്യാരണ്ടി അല്ല, ഓക്സിയുടെ ഗ്യാരണ്ടി തന്നെയാണ്. ഉടായ്പ എന്നുള്ള ഗ്യാരണ്ടി ആണ് നമ്മൾ ഗ്യാരണ്ടിയാണ്. കഴിഞ്ഞ ഇപ്പൊ 2012 തുടങ്ങിയിട്ട് 2024 12 years ആയി. നോട്ട് ഈവൻ അറ്റൻഡഡ് വൺ കംപ്ലൈന്റ്. ഓക്കെ, അതൊരു ഹൈലൈറ്റ് ആണ്. കാരണം ആ ഗ്യാരണ്ടി യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അല്ലേ ആളുകൾക്ക്. അതുപോലെ മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള റൂഫിംഗ് ഷീറ്റിന് നമ്മൾ കാണുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീറ്റ് കളർ ഫെയ്ഡ് ആയി, അതും ഭയങ്കര അണീവൻ ആയിട്ട് അത് ഫെയ്ഡ് ആയി പോവാം. അപ്പൊ അതിന് നമ്മൾ എന്താണ് ഒരു പ്രിക്കോഷൻ എടുത്തിട്ടുള്ളത്? നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് എന്ത് പെയിന്റ് വേണമെന്ന് എന്ത് വേണം നമ്മൾ ആദ്യം തീരുമാനിച്ചത് RMP ആണെന്ന് തീരുമാനിച്ചത്. അപ്പൊ അന്നത്തെ കാലാവസ്ഥയിൽ അത് മതിയായിരുന്നു. അത്രയും ടെമ്പറേച്ചർ ഇല്ല, അത്രയും UV റേസ് ഇല്ല. പക്ഷെ ഇന്നത് 2015 ആയ സമയത്ത് 2015 ടെമ്പറേച്ചർ കൂടി UV റേസ് കൂടി, അപ്പോൾ നമ്മൾ RMP പ്ലസിലേക്ക് അപ്ഡേറ്റ് ചെയ്തു. 2023 നമ്മൾ SMP കോട്ടിങ്ങിൽ അപ്ഡേറ്റ് ചെയ്തു. കാരണം അത്രയും നല്ല ടെമ്പറേച്ചർ കൂടെ ഉണ്ട്, അത്രയും UV റേസിൻ്റെ ഇതുള്ളതുകൊണ്ട് തന്നെ ഈ ഫേഡിങ് കൂടി വന്നു. അപ്പോൾ കാലത്തിനടക്കായി നമ്മളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിൻ്റെ നെക്സ്റ്റ് ലെവൽ നമ്മൾ ചിന്തിക്കുന്നത് PVDF ആണ്. ഇഫ് ടെമ്പറേച്ചർ ഇസ് ഗോൺ കീപ്പ് ഓൺ ഇൻക്രീസിങ്, ഇഫ് ദ UV റേസസ് കീപ്പ് ഓൺ ഇൻക്രീസിങ്, വി ഹാവ് ടു ഗോ ഫോർ ദി PVDF. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള SMP കോട്ടിങ് നമുക്ക് ഫേഡിങ്ങിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, ഒരു ഏജിങ് വളരെയധികം കുറക്കാൻ പറ്റിയിട്ടുണ്ട്. അത് നമുക്കൊരു അടുത്ത 10 വർഷത്തേക്ക് ഫേഡിങ് വളരെ ഗ്രാജുവലായിട്ട് മാത്രമേ കുറയും. സഡൻ ചേഞ്ച് ഓഫ് ഫേഡിങ് ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ ഈ റൂഫിംഗ് ഷീറ്റുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പഴയ GI ഷീറ്റുകൾ. ഓക്കെ, GI ഷീറ്റൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് തുരുമ്പ് പിടിക്കാതിരിക്കാൻ അലുമിനിയം ഷീറ്റ്, പക്ഷെ അലുമിനിയം ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ അലുമിനിയം ഷീറ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഈ GL ഷീറ്റ് എന്നുള്ള ഒരു സാധനത്തിലേക്ക് എത്തി. അപ്പൊ ഇതിന്റെ ഒരു റീസൺ എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞുതരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറി വരുന്ന? നേരത്തെ കാലങ്ങളിൽ പിന്നെ GA ഷീറ്റ് സ്ട്രോങ് ആയിരുന്നു, പക്ഷെ അത് ഡ്യൂറബിൾ ആയിരുന്നു. റസ്റ്റിന്റെ ഇഷ്യൂ വന്നു. അതിനുശേഷം നെക്സ്റ്റ് അപ്ഡേഷൻ വന്ന അലൂമിനിയം ഷീറ്റ്. അത് ഡ്യൂറബിൾ ആണ്, സ്ട്രോങ് അല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഡ്യൂറബിൾ, നമ്മൾ ഷെൽട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഷെൽട്ടർ ഷുഡ് ബി ഡ്യൂറബിൾ ആൻഡ് സ്ട്രോങ്. അത് പ്രൊട്ടക്റ്റീവ് ലെയർ ആയിരിക്കണം. നമ്മളിപ്പോൾ അലൂമിനിയം ഷീറ്റിനെ സംബന്ധിച്ചോളം അത് ഡ്യൂറബിൾ എന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് അത് നമ്മളെ സംബന്ധിച്ച് പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ അലൂമിനിയം ഷീറ്റ് ചെറിയൊരു കാറ്റടിച്ചാലോ അല്ലെങ്കിൽ ഓവർ പീരിയഡ് ചെറിയ ജർക്കിംഗ് ഉണ്ടായാലോ അത് ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്തിട്ടുള്ളതാണ് PPGL, പ്രീ പെയിന്റഡ് ഗാൽവാനിയം അയൺ. അതിൽ അയൺ കണ്ടന്റ് ഉണ്ട്, സിങ്ക് ഉണ്ട്, അലൂമിനിയം ഉണ്ട്. അപ്പോൾ അത് ഡ്യൂറബിൾ ആണ്, സ്ട്രോങ് ആണ്, എന്താ പറയേണ്ട, പ്യുവർ പ്രൊട്ടക്ഷൻ ആണ്. പ്യുവർ പ്രൊട്ടക്ഷൻ ഫോർ യുവർ ബിൽഡിംഗ് ആൻഡ് ഫോർ യുവർ ഹൗസ്. ആ ഷീറ്റിനാണ് നമ്മൾ ഈ പറഞ്ഞ ഗ്യാരണ്ടി നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത്രയും കാലങ്ങളായിട്ട് നമുക്ക്
ഈ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ലീക്ക് പ്രൂഫ് ഗ്യാരണ്ടി. ഒരു പീസ് പോലും ലീക്ക് വന്നിട്ടില്ല. നേരത്തെ പറഞ്ഞ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാണ്. ഈ ഇത്ര കൃത്യത പാലിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ഥലങ്ങളിലും ലീക്ക് വന്നിട്ടില്ല. ലീക്ക് പ്രൂഫ് ഗ്യാരണ്ടി ഇനി അങ്ങോട്ടേക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിലുകൾ ഒരു ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്താ പറയുക ഇവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ കൊടുക്കാം. അതിനപ്പുറത്തേക്ക് അറിയേണ്ട ആളുകൾ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിച്ചും എല്ലാ പ്രൊഡക്റ്റും കൃത്യമായിട്ട് ബാച്ച് വൈസ് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ആ ബാച്ച് വൈസ് സ്പെസിഫിക്കേഷൻ BIS സ്റ്റാൻഡേർഡിന്റെ സ്പെസിഫിക്കേഷൻ ഉണ്ട്. ടെസ്റ്റ് സർട്ടിഫിക്കറ്റും ഉണ്ട്, ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റും ഉണ്ട്. ഇതിൽ കൂടുതൽ എന്താ ഉണ്ട്? അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു GL റൂഫിംഗ് ഷീറ്റിനെ കുറിച്ചിട്ട്, ഓക്സി റൂഫിംഗ് ഷീറ്റിനെ കുറിച്ചിട്ട് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഓക്സിക്ക് മറ്റ് ഒത്തിരി പ്രൊഡക്റ്റുകൾ അല്ലേ, നല്ലൊരു അറേ ഓഫ് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ബൈ, താങ്ക് യു.